ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളുടെ പാദകമലങ്ങളിൽ അനന്തകോടി പ്രണാമം. അമ്മ ശ്രീ ശാരദാംബയ്ക്ക് കോടി വന്ദനം. ഏവർക്കും വിനീത നമസ്കാരം. ആത്മോപദേശ ശതകം 4-ാം മന്ത്രമാണ് ഇന്ന് നമ്മൾ മനന വിഷയമായി എടുത്തിട്ടുള്ളത്. മന്ത്രമൊന്ന് ആലപിക്കാം. അറിവും അറിഞ്ഞിടും അർത്ഥവും ഉമാന്തൻ അറിവും ഒരാദിമഹസ് മാത്രമാകും. വിരളത വിട്ട് വിളങ്ങും അമഹത്താം അറിവിൽ അമർന്നതു മാത്രമായിടേണം. അറിവും അറിഞ്ഞിടും അർത്ഥവും പുമാന്തൻ അറിവും ഒരാദിമഹസ് മാത്രമാകും. വിരളത വിട്ട് വിളങ്ങും അമഹത്താം അറിവിൽ അമർന്നതു മാത്രമായിടേണം. വരികളുടെ അർത്ഥം നോക്കാം. അറിവും അറിയുക എന്ന പ്രക്രിയയും അറിഞ്ഞിടും അർത്ഥവും അറിയുന്ന വിഷയവും പുമാന്തൻ അറിവും അറിയുന്നവൻ എന്ന ബോധവും ഒരു ആദിമഹസ് ഒരേ ഒരു ആദിമമായ ജ്യോതിസ് മാത്രമാകും മാത്രം ആണ്. വിരളത വിട്ട് അകംപുറങ്ങളില്ലാതെ വിളങ്ങും ജ്വലിച്ചു നിൽക്കുന്ന അമഹത്താം ആ മഹത്തായ അറിവിലമർന്ന് ആത്മസത്തയിൽ വിലയിച്ച് അതുമാത്രമായിടേണം, അതുമാത്രമായി തീരണം എന്നാണ് ഈ വരികളുടെ അർത്ഥം. ഒരിക്കൽ കൂടി പറയാം. അറിയുക എന്ന പ്രക്രിയയും അറിയുന്ന വിഷയവും അറിയുന്നവൻ എന്ന ബോധവും ഒരേ ഒരു ആദിമമായ ജ്യോതിസ് മാത്രമാണ്. അകംപുറങ്ങളില്ലാതെ ജ്വലിച്ചു നിൽക്കുന്ന ആ മഹത്തായ ആത്മസത്തയിൽ വിലയിച്ച് അത് മാത്രമായി തീരണം എന്നുള്ളതാണ് ഈ വരികളുടെ അർത്ഥം. നമുക്ക് അതിൻ്റെ ആന്തരികമായ അർത്ഥത്തിലേക്ക് കടക്കാം. അതിപ്രകാരമാണ്. ഇന്ദ്രിയങ്ങളിലൂടെ കണ്ടും കേട്ടും മണത്തും രുചിച്ചും തൊട്ടുമൊക്കെ നാം അറിയുന്നു. അത് കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞിരുന്നല്ലോ. ഇന്ദ്രിയങ്ങളിലൂടെ, അതായത് പഞ്ചേന്ദ്രിയങ്ങൾ, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, ഇവയിലൂടെയൊക്കെ നമ്മൾ കണ്ടും കേട്ടും മണത്തും രുചിച്ചും തൊട്ടും ഒക്കെ അറിയുന്നു. അന്ധക്കരണങ്ങളിലൂടെ ചിന്തിച്ചും അറിയാം. ചിന്തിച്ചറിയുന്നത് അന്ധക്കരണങ്ങളിലൂടെയും. എല്ലാ അറിവിലും അറിയാനായി ഒരു വിഷയമുണ്ട്. നമുക്ക് എന്ത് വേണമെങ്കിലും, എന്തിനെക്കുറിച്ച് ചിന്തിക്കണമെങ്കിലും, എന്തിനെക്കുറിച്ച് അറിയണമെങ്കിലും അതിനൊരു വിഷയമുണ്ട്. ആ വിഷയത്തെയാണ് ഇവിടെ അറിഞ്ഞിടും അർത്ഥവും എന്ന് പറയുന്നത്. അതായത് കാണുക, കേൾക്കുക, ചിന്തിക്കുക എന്നിവയെല്ലാം അറിവെന്ന പ്രക്രിയയുടെ വിവിധമായ സംവേദനങ്ങളാണ്. ഏത് വിഷയത്തെ അറിയുമ്പോഴും ഞാൻ അറിയുന്നവൻ എന്ന ജ്ഞാതൃത്വം നമ്മിലൊക്കെ കാണുന്നുണ്ട്. ഇങ്ങനെ അറിയുന്നവൻ, അറിയുക, അറിയപ്പെടുന്ന വിഷയം, ഇവയെ മൂന്നിനെയും ചേർത്താണ് വേദാന്തികൾ ത്രിപുടി എന്ന് വിളിക്കുന്നത്. ത്രിപുടി എന്ന് വിളിക്കുന്നത് അറിയുന്നവൻ, അറിയുക, അറിയപ്പെടുന്ന വിഷയം, ഇവയെ മൂന്നിനെയും കൂടെയാണ് ത്രിപുടി എന്ന് വിളിക്കുന്നത്. അജ്ഞാനത്തിലിരിക്കുന്ന ജീവന് ശരീര താതാത്മ്യം ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനെയുള്ള ത്രിപുടി ഭേദത്തോടെയുള്ള അറിവ് ഉണ്ടാകുന്നത്. എന്നാൽ ജ്ഞാനോദയത്തിൽ ഒരേ ഒരു ആദിമ ജ്ഞാനത്തിന്റെ 3 പിരിവുകൾ മാത്രമാണ് ഇതെന്ന് നമുക്ക് ബോധ്യമാകും. ആദിമഹസാകട്ടെ എല്ലായിടത്തും നിറഞ്ഞു വിലസുന്ന ആത്മസത്ത തന്നെയാണ്. സർവവ്യാപകമായതാണ് ഈ ആത്മസത്തയുടെ സ്വഭാവം. അതെപ്പോഴും ഇങ്ങനെ വിളങ്ങിക്കൊണ്ടിരിക്കും. മഹത്തായിരിക്കുന്ന ഈ ആദിമ ജ്ഞാനത്തിൽ അലിഞ്ഞ് അത് മാത്രമായി തീരുന്നതാണ് ജീവിതത്തിന്റെ പരമമായ ആനന്ദം. ജീവിതത്തിന്റെ പരമമായ ആനന്ദം എന്താണ്? മഹത്തായിരിക്കുന്ന ഈ ആദിമ ജ്ഞാനത്തിൽ അലിഞ്ഞ് അത് മാത്രമായി തീരുന്നതാണ്. സജ്ജനങ്ങളായ പ്രിയ ആത്മസഹോദരരെ, 4-ാം മന്ത്രത്തിന്റെ ചെറിയൊരു വ്യാഖ്യാനമാണ് നമ്മളിവിടെ പറഞ്ഞത്. അടുത്ത ദിവസം അടുത്ത മന്ത്രം, അതായത് അടുത്ത ശ്ലോകം നമുക്ക് മനന വിഷയമായിട്ട് എടുക്കാം. ഗുരുവും ശ്രീനാരായണ ധർമ്മം വിജയിക്കട്ടെ.